الحمد لله نعمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസിനികളെ, ഈ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുകയും നമ്മളെയടക്കം എല്ലാ ചരാചരങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏക ഇലാഹും ആരാധനക്കർഹനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുകയാണ്. നാഥൻ അവനിഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചരിക്കാൻ നമ്മെ തൗഫീക്ക് ഉള്ളവരായി മാറ്റുമാറാവട്ടെ. ദുരന്തത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പ്രാപഞ്ചിക വ്യവസ്ഥകളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലേക്ക് വരുത്തേണ്ടതുണ്ട്. പരീക്ഷണങ്ങൾ ഓരോ മനുഷ്യനും വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുക എന്നും ശാരീരികമായ വിഷമങ്ങൾ പോലും ചിലർക്കെങ്കിലും വലിയ വിജയങ്ങൾക്ക് നിമിത്തമായിട്ടുണ്ടെന്നും മനസ്സിൻ്റെ ബലമാണ് എല്ലാത്തിനും പൂർവോപരിയായിട്ടുള്ളതെന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരു ചെറിയ നാട്ടിലുണ്ടായ ഒരു ദുരന്തം അനവധി പഠനങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ലോകാടിസ്ഥാനത്തിൽ തന്നെയുള്ള മുന്നൊരുക്കങ്ങൾക്കും ഒക്കെ കാരണമായതായി നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം അള്ളാഹു പറഞ്ഞ പരീക്ഷണങ്ങൾക്ക് ശേഷമല്ല, പ്രയാസങ്ങൾക്ക് ശേഷമല്ല, മയ്യത്തോടു കൂടിയാണ് മാൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പമാണ് എളുപ്പമുള്ളത് എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനവും അള്ളാഹുവിൻ്റെ പ്രതീക്ഷയും നമ്മൾ ഉൾക്കൊണ്ടവരാണ്. ചില ടെൻഷനും റിസ്കുകളുമൊന്നും മനുഷ്യപ്രകൃതിയിൽ ഒഴിച്ചുകൂടാൻ ആവാത്തതാണെന്നും ചില റിസ്കുകളാണ് ജീവിത വിജയങ്ങൾക്ക് കാരണമെന്ന് മാനേജ്മെൻറ്റ് തിയറി പോലും പഠിപ്പിക്കുന്നതായുമൊക്കെ നമ്മൾ ഉൾക്കൊണ്ടവരാണ്. നമുക്ക് അനിഷ്ടകരമായ ഒരു വേദനയോ ചില അസുഖങ്ങളോ പോലും വലിയ ചില അസുഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് എന്നതും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനുദാഹരണമായി നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നത്, ജീവൻ രക്ഷിക്കാൻ കാല് മുറിക്കാൻ ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ അതിന് നമ്മൾ അനുവാദം കൊടുക്കും എന്നുള്ളതാണ്. ഒരു ചെറിയ കുട്ടിയെ
അവൻ്റെ രോഗം മാറുവാനായി അവൻ്റെ രക്ഷിതാക്കൾ കാലും കൈയും പിടിച്ചു വെച്ച് ഇഞ്ചക്ഷൻ നൽകുന്നത് ആ കുട്ടിയോട് കാരുണ്യമില്ലാഞ്ഞിട്ടല്ല, ഏറെ കാരുണ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊന്നും ദൈവകാരുണ്യത്തിൻ്റെ അഭാവത്തിൽ വരവെക്കാനുള്ളതല്ല എന്നും മനുഷ്യൻ്റെ തന്നെ യുക്തിപരമായ ചോദ്യമല്ല ഇതിനെതിരെയുള്ള ദൈവത്തിൻ്റെ കാരുണ്യം എവിടെ, ദൈവം സർവശക്തനല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളെന്നൊക്കെയാണ് നമ്മൾ അഭിമുഖീകരിച്ചിരുന്നത്. ഇസ്ലാമിക പെർസ്പെക്റ്റീവിൽ നിന്ന് മാറി ചിന്തിച്ചാൽ പോലും ഈ ദുരന്തങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേദനകൾക്കുമൊന്നും യുക്തിഭദ്രമായ ഒരു വിശദീകരണം നൽകാൻ മനുഷ്യർക്ക് സാധിക്കില്ല. വിശുദ്ധ ഖുർആനിൽ യുദ്ധത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും പ്രവാചകപത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള ഒരു അപവാദത്തെക്കുറിച്ചുമൊക്കെ ബന്ധപ്പെട്ട് ആത്യന്തികമായി അള്ളാഹു പറഞ്ഞ ഒരായത്തിൻ്റെ അവസാനം നമ്മൾ മനസ്സിലാക്കിയത് വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ എന്നാണ്. ഇതൊക്കെയാണ് ഇതിനോടൊക്കെ ചേർത്തും നമുക്ക് പറയാനുള്ളത്. അള്ളാഹുവിനറിയാം, നിങ്ങൾ അറിയാത്തവരാണ് എന്നുള്ളത്. അസാൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും അസാൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. നിങ്ങൾ ചില കാര്യങ്ങൾ അനിഷ്ടകരമായി മനസ്സിലാക്കുന്നു, അത് നിങ്ങൾക്ക് ഹൈറായിരിക്കാം. നിങ്ങൾ ചില സംഗതികൾ ഇഷ്ടപ്പെടുന്നു, അത് നിങ്ങൾക്ക് പ്രയാസകരമായിരിക്കാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയവരാണ്. വയനാട് ദുരന്തത്തെക്കുറിച്ച് അന്താരാഷ്ട്ര പഠന സംഘം വിലയിരുത്തിയത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നാണ്, മനുഷ്യകരങ്ങൾ തീർത്ത ദുരന്തമെന്നാണ്. അഴിമതിയുടെ പാലങ്ങൾ ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ പൊളിഞ്ഞു വീണതും ഇതേ കാലത്തായിരുന്നു. ചുരുക്കത്തിൽ ഭൂമിയിൽ സുഖങ്ങളായാലും ദുഃഖങ്ങളായാലും പ്രശ്നങ്ങളായാലും പ്രയാസങ്ങളായാലും ഒക്കെ ചില പാരസ്പര്യം ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. മണ്ണിരകൾ ഇല്ലായിരുന്നെങ്കിൽ, എർത്ത് വേംസ് ഇല്ലായിരുന്നെങ്കിൽ ലോക ചരിത്രം തന്നെ മാറുമായിരുന്നു എന്ന് പറഞ്ഞത് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആചാര്യൻ ചാൾസ് ഡാർവിനാണ് എന്നതും നമ്മൾ മനസ്സിലാക്കി. സംക്ഷിപ്തമായി പറഞ്ഞാൽ ഏകകോശ ജീവിയായ അമീബ മുതൽ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം വരെ ഇവിടെ ചില തഖ്ദീറനുസരിച്ചാണ്, നിർണയമനുസരിച്ചാണ് ജീവിച്ചു പോകുന്നത്. ഇവിടെ അനേകം ആളുകൾ ജീവിച്ചു മരിച്ചു പോയി. ഇപ്പോൾ നമ്മുടെ ഊഴമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ദൗത്യം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ദൈനംദിന ജീവിതത്തിലായാലും നമ്മുടെ ജീവിതം നമ്മൾക്ക് തിരിച്ചറിവ് മുതൽ അവസാനം വരെയുള്ള നമ്മുടെ ജീവിതത്തിലായാലും ഓരോ ദൗത്യവും ഓരോ നിമിഷവും അള്ളാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ജന്മദൗത്യം തിരിച്ചറിഞ്ഞതിനെ കുറിച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം തൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതൊരു മനുഷ്യനും, ഡോക്ടർ APJ അബ്ദുൽ കലാമിന് മാത്രമല്ല, ഈ സംസാരിക്കുന്ന എനിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുമെല്ലാം ഒരു ജീവിത ദൗത്യം ദൈനംദിന ജീവിതത്തിലും നിമിഷങ്ങളിലും ആത്യന്തിക ജീവിതത്തിലുമൊക്കെ പടച്ചവൻ നമുക്ക് വേണ്ടി മാത്രമായി ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഈ ജീവിതത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു ഗ്രാമീണ റോഡിലൂടെ പോവുകയാണെങ്കിൽ അവിടെ ഒരു ഓലമടരോ ഒരു അപകടപ്പെടുത്താവുന്ന കല്ലോ റോഡിൻ്റെ നടുവിൽ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ, അത്ര തിരക്കില്ലാത്തൊരു 2 വീലറിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് നമ്മളെ പരീക്ഷിക്കാനാണ് എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി ഇത് മാറ്റിയിടുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ജീവിതത്തിൽ ദൈനംദിനം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏതേത് വിഷയങ്ങളായിരുന്നാലും നമ്മളെ കൊണ്ട് ഒരു ദൗത്യം അള്ളാഹുവിനെ നിർവഹിക്കാനുണ്ട്. ഈമാൻ 70-10 ശാഖകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ഈമാൻ ബിദും വസബഊന ശുഅബ. ഏറ്റവും വലുത് ലാ ഇലാഹ ഇല്ലല്ലാഹു ആണെങ്കിൽ ഏറ്റവും ചെറുത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഒരു സഹപാഠി, ഒരു സഹാധ്യാപിക, ഒപ്പം ഉള്ള ഒരു ജീവനക്കാരൻ ഒരു പ്രയാസം പറയുമ്പോൾ, ഒരു വിഷമം പറയുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് നമ്മളോട് പങ്കുവെക്കുമ്പോൾ
അത് ആക്റ്റീവായി ലിസൺ ചെയ്യുക എന്നതും സാരമില്ല എന്നൊരാശ്വാസവചനവും ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വേണ്ട സമയത്ത് നൽകപ്പെടാത്ത ചില ആശ്വാസ വാക്കുകളും തലോടലുമാണ് പല ആത്മഹത്യകൾക്ക് വരെ നിമിത്തമായത് എന്ന് കണ്ടെത്താൻ കഴിയും. ഞാൻ ആമുഖമായി ഓതി വെച്ച 57-ാമത്തെ സൂറത്തുൽ ഹദീദിലെ 22-ാം വചനം, മാസാബൻ മുസീബത്തുൻ ഫിൽ അർള് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഒരാപത്തും ഈ ഭൂമിയിലെ നിങ്ങളുടെ ദേഹങ്ങളിലോ ബാധിക്കുന്നില്ല. ഒരു രേഖയിൽ അള്ളാഹു മുൻകൂട്ടി നിർണയിക്കപ്പെടാതെ. അള്ളാഹുവിനൊന്നും പ്രയാസകരമായതല്ല, എളുപ്പമാണ് എന്നാണ് ആയത്ത് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു തക്ദീർ അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനിയോ ഇവിടെ സസ്യാഹാരം മാത്രം കഴിക്കാൻ പറ്റുന്ന അനവധി ജീവികളുണ്ട്. മാംസം മാത്രം കഴിക്കുന്ന ആളുകളും മൃഗങ്ങളുമുണ്ട്. മനുഷ്യന്റെ ആന്തരാവയവങ്ങളും അവന്റെ മറ്റവയവങ്ങളുമൊക്കെ മാംസാഹാരവും സസ്യാഹാരവും ഒരുപോലെ കഴിക്കാൻ പാകത്തിൽ ചിട്ടപ്പെടുത്തപ്പെട്ടതാണ്. ചിലർ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുകയും അദ്ദേഹത്തിന് നമ്മൾ വിളമ്പുകയും ചെയ്യുന്നത് സസ്യാഹാരം മാത്രമാണ്. എന്നാൽ സസ്യങ്ങൾക്കും ജീവനുണ്ട്. നിന്നിടത്തു നിന്ന് പോലും അനങ്ങാനാവാത്ത സസ്യങ്ങളെ ആഹരിക്കുന്നവൻ കാരുണ്യവാനും മൃഗങ്ങളെ അറുത്തു ഭക്ഷിക്കുന്നവൻ ക്രൂരനുമാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. മുസ്ലിം അല്ലാത്തവരും മാംസം കഴിക്കുന്നവരുണ്ട്, മത്സ്യം കഴിക്കുന്നവരുണ്ട്. കന്തക്കയും കാപ്സിയും ബ്രോസ്റ്റും ഒക്കെ കഴിക്കുന്നവരാണ് നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ മനുഷ്യരിൽ പലരും. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ക്രൂരതയാവാതെ ബലിപെരുന്നാളിന് അറുക്കുന്ന മാംസം മാത്രം എങ്ങനെയാണ് ക്രൂരതയായി മാറുന്നത് എന്ന് സർവ്വിധ ചർവണം സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുമ്പോൾ നമുക്കതിൻ്റെ ആശയം മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എന്താണ് നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അനവധി ജീവികൾ നമ്മുടെ ശരീരത്തിലെത്തുന്നു, നശിപ്പിക്കപ്പെടുന്നു. ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കുമ്പോൾ, ഒരാഹാരം വേവിക്കുമ്പോൾ ഒക്കെ അനവധി ലക്ഷം ജീവികൾ അതിലൂടെ ചത്തുപോകുന്നുണ്ട്. ഇങ്ങനെ ആലോചിച്ചാൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതൊക്കെ പടച്ചവൻ സംവിധാനിച്ച വ്യവസ്ഥയാണെന്നും എന്ന് വിശ്വസിച്ചാൽ ഇതിനൊന്നും ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കില്ല. ഇസ്ലാമിൻ്റെ ജീവിത വീക്ഷണം ഒരിക്കലും അപ്രായോഗികമായതല്ല. അതിലെ കേന്ദ്രബിന്ദു മനുഷ്യനാണ്. വലക്കത് കറംനാ ബനി ആദമിൻ്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. പരലോകത്തേക്ക് ചൂണ്ടിയാണ് അതിലെ നീതിയും സത്യവും ശാശ്വതമായ സുഖവും ദുഃഖവും ഒക്കെ അള്ളാഹു നിർണയിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹു കാരുണ്യവാനല്ലേ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്, അള്ളാഹു കാരുണ്യവാനാണ് എന്നതോടൊപ്പം അള്ളാഹു നീതിമാനാണ്, ആദിലാണ് എന്നും അള്ളാഹു ഹക്കീമാണ്, യുക്തിമാനാണ് എന്നൊക്കെ കൂടിയാണ്. രണ്ടുപേർ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരാൾ നന്നായി ജോലി ചെയ്യുന്നു, ഒരാൾ തീരെ ആത്മാർത്ഥത കാണിക്കാതെ അലസഭാവത്തോടു കൂടി ജോലി ചെയ്യുന്നുവെങ്കിൽ ആ മുതലാളിയോട് നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ കാരുണ്യവാനല്ലേ? രണ്ടാളും ജോലി ചെയ്യുന്നില്ലേ? നിങ്ങൾ ഒരേപോലെയുള്ള ശമ്പളം കൊടുക്കണം, ഒരേപോലെയുള്ള ഉയർച്ച കൊടുക്കണം ജോലിയിൽ എന്നല്ല. അദ്ദേഹത്തോടൊപ്പം ആ കാരുണ്യവാനായ വിട്ടുവീഴ്ചയുള്ള മുതലാളി നീതിമാനും കൂടിയാണെങ്കിൽ അതിൽ നന്നായി പ്രവർത്തിക്കുന്നതിന് ചില വ്യത്യാസങ്ങൾ നൽകേണ്ടതുണ്ട്, ചില ഉയർച്ചകൾ കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ളൊരു സമീപനമാണ് ജീവിതത്തിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് യുക്തിബോധം തീണ്ടാത്ത ചില ചോദ്യങ്ങളെ നമുക്ക് അവഗണിക്കുകയേ നിർവാഹമുള്ളൂ. വൃത്തത്തിൻ്റെ ആരംഭം ഏതാണ്, അറ്റത്തിൻ്റെ അറ്റം ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മറുപടി അർഹിക്കാത്തതാണ്. എന്നാൽ നമ്മൾ ഇതിലൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം ജീവിതത്തിൽ എന്ന് നൂഹ് നബി കപ്പലുണ്ടാക്കിയതിന് ഉദാഹരിച്ചും യൂസുഫ് അലൈഹിസ്സലാം ക്ഷേമകാലത്തെ ഭക്ഷണം ഒരുക്കി വെച്ചുകൊണ്ടുമൊക്കെ ഉള്ള ക്രമീകരണങ്ങൾ ഖുർആൻ വിവരിച്ചതിൽ നിന്ന്
നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പിന്നെ വിശ്വാസികളായ നമ്മൾ പ്രയാസങ്ങൾ തളർന്നു പോകരുത് എന്നതാണ് മറ്റൊന്ന്. ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ ആയത്ത് ഏതാണ് എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാം ലാ തഖ്നതു മിൻ റഹ്മത്തില്ല എന്നതാണ് എന്ന് അദ്ദേഹം ഉദാഹരിച്ചു. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി ഏത് അക്രമിയായ മനുഷ്യൻ പോലും നിരാശരാവരുത് എന്നതാണത്. വിപത്തുകളിൽ നമ്മൾ ക്ഷമ അവലംബിക്കുകയും അതിനനുസരിച്ച് നിലപാടുകളിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്യേണ്ടതുണ്ട്. ഒരിക്കലും ഒരു കബറിൻ്റെ അടുത്ത്, സ്വന്തം മകൻ്റെ കബറിൻ്റെ അടുത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ പ്രവാചകൻ കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾക്കെന്ത് നഷ്ടം ഉണ്ടായത്, എൻ്റെ മോനല്ലേ മരിച്ചു പോയത് എന്ന് നബിയാണെന്നറിയാതെ ആ സ്ത്രീ പ്രതികരിച്ച് കുറച്ചങ്ങോട്ട് പ്രവാചകനെത്തിയപ്പോൾ ആ സ്ത്രീ മനസ്സിലാക്കുകയാണ് അത് നബിയായിരുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ പ്രവാചകനെ സമീപിച്ച് നബി പറയുക, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത് ഇന്നമസ്സബ്റു ഇൻദസ്സദ്മത്തുൽ ഊല എന്നാണ്. നമ്മൾ ക്ഷമിക്കേണ്ടത് ഏത് വിപത്തിൻ്റെയും വിഷമത്തിൻ്റെയും ആദ്യാവസരങ്ങളിലാണ് എന്ന് ചുരുക്കം. ചില പ്രയാസങ്ങൾ ആത്യന്തികമായി നന്മയാണ് എന്ന് ഒട്ടനവധി ഉദാഹരണങ്ങളോടെ ഖുർആൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ മൂസ അലൈഹിസ്സലാം ഹിദർ അലൈഹിസ്സലാം ഒരു കപ്പലിന് കേടുപാടുകൾ വരുത്തിയപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാതെ മൂസ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ പിന്നീട് അത് വിശദീകരിച്ചു കൊടുക്കുന്നത് നല്ല കപ്പലുകൾ പിടിച്ചെടുക്കുന്ന ഒരു ചക്രവർത്തിയിൽ നിന്നും അതിനെ രക്ഷിക്കാൻ എന്നാണ്. നമ്മൾ സാധാരണ പള്ളിയിലൊക്കെ കാണാറുണ്ടല്ലോ, പള്ളിയിൽ വെക്കുന്ന ചെരുപ്പുകളിൽ ഒരു കത്രിക കൊണ്ട് ഒരു കഷ്ണം വെട്ടിയെടുത്ത് കളയും. നല്ല ചെരുപ്പുകൾ ചില കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകും. ഇതുപോലെയുള്ളൊരു വലിയ അവസ്ഥയാണ് അവിടെ കാണിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അപവാദങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളുമൊന്നും ആത്യന്തികമായി നമ്മെ പരീക്ഷിക്കാനാണെന്നും അതിൻ്റെ ആത്യന്തികത ആലോചിച്ച് മാത്രമേ നമുക്കതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ യഥാവിധി ഉൾക്കൊള്ളുന്ന ഉത്തമരായ ദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്. ഒരു സന്ദർശകനായി ഒരു ആശുപത്രിയിലേക്ക് പോവുകയാണ് ഒരാൾ. മനോഹരമായ കവാടം. ആ കവാടം കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ അതിലും മനോഹരമായ ഉദ്യാനം, ശീതീകരിച്ച അകത്തളങ്ങൾ, കണ്ണിന് വളരെ ഇമ്പമാർന്ന ലാൻഡ്സ്കേപ്പും ലേഔട്ടുമൊക്കെയാണ്. ഓരോ നിലയിലും ഭംഗിയും വൃത്തിയിലുമൊക്കെ കാര്യങ്ങൾ ഒതുക്കി വച്ചിരിക്കുന്നു. ചിത്രങ്ങൾ സംവിധാനിച്ചിരിക്കുന്നു. നല്ലൊരു ഫുഡ് കോർട്ടാണ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ടൊരു സന്ദർശകൻ ഇനി സ്ഥിരമായി ഇവിടെ താമസിച്ച് കളയാം എന്ന് ചിന്തിക്കാറില്ല. അവനവിടെയുള്ള കോർപ്പറേഷൻ തിയേറ്ററിലെ ഖത്രിയെക്കുറിച്ചും അവിടെ ഉയരുന്ന ദീനരോധനങ്ങളെക്കുറിച്ചും അതിലുള്ള രോഗികളുടെ പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ തിരിച്ചറിവ് അവന് ഉണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിലെ സുഖങ്ങളിൽ മതിമറന്നു പോകേണ്ടവനല്ല വിശ്വാസി. ഒരു തുള്ളിയും ഒരു കടലും തമ്മിലുള്ള വ്യത്യാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കടലിൽ പോയി വിരൽ മുക്കാൻ പറഞ്ഞു. എന്നിട്ട് വില ഉയർത്തി നോക്കുക, അതിലെത്ര തുള്ളിയുണ്ട് എന്ന്. 1-2 തുള്ളി. എന്നാൽ ഇത് ഇഹലോകമാണ്, ആ പാരാവാരമാണ് പരലോകമെന്ന് ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് കണ്ടറിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. ക്രമത്തിലല്ലെങ്കിലും നമ്മൾ 2-3 ഖുതുബയിലൂടെ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഇഹലോകമല്ല അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ദുഃഖം മാത്രമല്ല, സുഖത്തിലൂടെയും അള്ളാഹു പരീക്ഷണം നമുക്ക് നൽകും എന്നതാണ്. ഓരോ പരീക്ഷണത്തിൻ്റെയും നീതിയും അനീതിയും ബോധ്യപ്പെടാൻ അതിൻ്റെ മൂല്യനിർണയവും പര്യവസാനവും കൂടി കണ്ടിട്ടേ നമുക്ക്
കണക്ക് കൂട്ടാൻ പറ്റൂ എന്നതാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം. പരീക്ഷണം പലർക്കും പല വിധത്തിലാണ് അനുഭവപ്പെടുക എന്നതും നമ്മൾ സൂചിപ്പിച്ചതാണ്. ഗസയിൽ ഒരുപാട് പേർ മരിച്ചു പോകുന്നുണ്ടല്ലോ. ഇത് അവിടെയുള്ള ആളുകൾക്ക് ഒരു തരത്തിലാണ് പരീക്ഷണമെങ്കിൽ, ഇവിടെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേ വസ്തുത തന്നെ നമുക്ക് മറ്റൊരു തരത്തിൽ അതേ സംഗതി തന്നെ നമ്മൾ പരീക്ഷിക്കുകയാണ്. ഒരു ആഹ്വാനം കൊണ്ട് ആ അക്രമത്തെ തടയാൻ പറ്റുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ അത് മറ്റൊരു തരത്തിലാണ് പരീക്ഷിക്കുന്നത് ദൈവം. അതുപോലെ തന്നെ അള്ളാഹു അതുപോലെയുള്ള ഭരണാധികാരികളെ ആ ഗസയിൽ അനുഭവം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കുന്നത് വേറെ വിധത്തിലാണ്. ഇങ്ങനെ ഒരു പരീക്ഷണം തന്നെ അത് അനുഭവപ്പെടുന്നവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പലതരത്തിൽ അത് പരീക്ഷണമാണ്. ചുരുക്കത്തിൽ പടച്ചവൻ കാരുണ്യവാനാണെങ്കിൽ എന്തുകൊണ്ട് ദുരന്തമെന്നും മരണമെന്നും ഇവിടെയുള്ള വൃക്ഷങ്ങൾ എന്തുകൊണ്ട് നശിപ്പിച്ചു പോകുന്നുവെന്നും ഇവിടെയുള്ള പച്ചക്കറികൾ എന്തുകൊണ്ട് കേടുവന്നു പോകുന്നുവെന്നും ചോദിക്കാവതല്ല. ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനമാണ്. ഇവിടെ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തനത്തിന് ആ ദുരന്ത ഭൂമിയിലേക്ക് പോയവർ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഈ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ജനങ്ങളെ സേവിക്കുന്നതിലൂടെ തനിക്ക് കാരുണ്യം ലഭിക്കണമെന്നാണ് വിചാരിച്ചത്. നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു ബക്കറ്റിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം മറ്റൊരു കാരുണ്യവും നമുക്ക് ഫലവത്താകാത്ത ഒരു പരലോകനാളിൽ നമുക്ക് ആ കാരുണ്യം ലഭിക്കണം എന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. സാധാരണ ഒരു കഥ പറയാറുണ്ട്. ഇത് പറയുന്നത് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ലാതെ, അല്ലെങ്കിൽ ചിലർ ഉദ്ദേശിക്കുന്നത് പോലെ ദൈവം നമുക്കിഷ്ടകരമായതൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു മാന്ത്രിക വടി ചുഴറ്റുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചെയ്യണം എന്ന് പറയുന്നവരോടാണ് ഈ കഥ പറയാനുള്ളത്. ഒരു ആളുണ്ടായിരുന്നു, ദൈവഭക്തൻ. വല്ലാതെ മഴ പെയ്തു, പ്രളയമായി, വെള്ളം ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങി. അപ്പം റോഡിലേക്ക് വെള്ളമെത്തിയപ്പോൾ ഇദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈക്കിളുകാരൻ വന്നു. അതിൽ കയറുന്ന വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ദൈവത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പോയിക്കോളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ പറഞ്ഞു, ഞാൻ കഥ നീട്ടി പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറുകാരൻ വന്നപ്പോഴും ജീപ്പുകാരൻ വന്നു. അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ദൈവം രക്ഷിക്കുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. മട്ടുപ്പാവിൽ അദ്ദേഹം കയറിയിരുന്നു. അവസാനം ഒരു ലോറി വന്നു. അദ്ദേഹം പറയുന്നത് എന്നെ ദൈവം രക്ഷിക്കുമെന്നാണ്. അങ്ങനെ അദ്ദേഹം മുങ്ങി മരിച്ച് പരലോകത്തെത്തി. ദൈവത്തിനോട് അദ്ദേഹം പരാതി പറയുന്ന ഒരു രംഗമാണ് ആ കഥയിൽ പറയുന്നത്. പരാതിയില്ല പറയുന്നത്, ദൈവമേ, നിന്നെ മാത്രം പൂജിച്ചു കൊണ്ടിരുന്ന, ആരാധിച്ചു കൊണ്ടിരുന്ന എന്നെ നീ രക്ഷിച്ചില്ലല്ലോ എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മറുപടി, ഞാനൊരു സൈക്കിളുകാരനെ ആദ്യം അയച്ചിരുന്നല്ലോ, പിന്നെ ഒരു മോട്ടോർ സൈക്കിളുകാരനെയും കാറുകാരനെയും ജീപ്പുകാരനെയും ഒക്കെ അയച്ചിരുന്നല്ലോ. ഇങ്ങനെയുള്ള പ്രപഞ്ച സംവിധാനങ്ങളിലൂടെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയണം. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പറയാനില്ലാത്തവർക്കും ദൈവത്തിനെക്കുറിച്ച് പറയാനില്ലാത്തവർക്കും ഒരു മൂല്യവത്തായ ദർശനമോ ജീവിത പദ്ധതിയോ സമർപ്പിക്കാനില്ല എന്നതാണ്. അവരെ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിലൊന്നും നമ്മൾ കാണുന്നില്ല. അവർ സോഷ്യൽ മീഡിയയിൽ നമ്മളെ പരിഹസിക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ലോകത്ത് നന്മയും തിന്മയും നിലനിൽക്കുന്നത് ദൈവമില്ലാത്തത് കൊണ്ടല്ല എന്നും അവന് അത് അനുവദിച്ചു കൊണ്ടതാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഈ ജീവിതം തന്നെയാണ് ഒരു പരീക്ഷണമാണ്. വിജയിക്കുന്നവൻ ഇരുലോകത്തും ഈ പരീക്ഷണത്തിൽ വിജയിക്കും. മനുഷ്യന് പ്രത്യാശ നൽകുന്നത് ഈ സമന്വിതമായ ഇസ്ലാമിൻ്റെ ജീവിത ദർശനമാണ്. എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇസ്ലാം ഈ ദുരന്തങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതിൽ ഇടപെടുമ്പോൾ, അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ പരിശോധന തന്നെയാണ് അവിടെ നടക്കുന്നത്. ബാധിക്കുന്നവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇത് പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ജീവിതം തന്നെ ഒരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനപ്പുറമുള്ള ഒരു ദൈവയുക്തിയായാണ് നമ്മൾ കണ്ടറിയേണ്ടത്. അങ്ങനെ ദൈവയുക്തിയെ കണ്ടറിഞ്ഞുകൊണ്ട് പ്രപഞ്ച സംവിധാനങ്ങളെയും അള്ളാഹുവിനെയും മനസ്സിലാക്കിക്കൊണ്ട് ദുരന്തങ്ങളെയും പ്രയാസങ്ങളെയും മാത്രമല്ല സുഖത്തെപ്പോലും തിരിച്ചറിയുന്നൊരു കണ്ണുകളോടെ നോക്കിക്കാണാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവിനെ നീ പ്രദാനം ചെയ്യണമേ നാഥ. മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിൽ സദാ സമാധാനവും സംതൃപ്തിയും നീ നൽകണേ തമ്പുരാനെ. പരീക്ഷകളെയും വിജയകരമായും അതിജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തണമേ അള്ളാഹുവെ. വാഹനാപകടങ്ങൾ പോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് പ്രയാസപ്പെടുത്തുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല നാഥ. കടങ്ങൾ കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും വിഷമിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, പ്രിയപ്പെട്ടവരിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ നീക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, അവർക്കൊക്കെ നീ പരലോക ശാന്തി നൽകുകയും അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണേ അല്ലാഹുവേ. ഈ പള്ളിയിൽ ചിലവഴിച്ച സമയം നിനക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന സമയമായി ഞങ്ങൾക്ക് മാറ്റി തന്നെ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.